ഹെഡിങ് എഴുതാം, റിഫ്രാക്ഷൻ അറ്റ് സ്പെരിക്കൽ സർഫസ്. സ്പെരിക്കൽ സർഫസ്. അത് നമ്മളിപ്പോ എടുക്കുന്നത് കോൺവെക്സ് സർഫസ് ആണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് സർഫസ് ആണ്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറർ ടു ഡെൻസർ ആണ് നമ്മൾ എടുക്കുന്നത്. റെയറർ ടു ഡെൻസർ എന്നുള്ള കണ്ടീഷനാണ് ഞാൻ എടുക്കുന്നത്. ലൈറ്റ് റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുന്ന ഒരു സ്പെരിക്കൽ സർഫസിൽ നടക്കുന്ന റിഫ്രാക്ഷന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വേറൊരു കാര്യം കൂടെ പറയാം, നമുക്ക് ഇത്രയും ഡെറിവേഷൻ പഠിക്കാനുണ്ടെങ്കിലും അതിനകത്ത് എല്ലാ ഡെറിവേഷനും ഫൈനൽ ഇക്വേഷൻ ഒന്നാ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മള് ഇതിന്റെ ഒരു റേ ഡയഗ്രാം വരയ്ക്കണം. റേ ഡയഗ്രാം മസ്റ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. റേ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 2 മാർക്ക് റേ ഡയഗ്രാമിന് കിട്ടും. അപ്പൊ നമ്മളൊരു ഒരു ഒരു എന്താണ് ഒരു കോൺകേവ് സർഫസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ല കോൺവെക്സ് സർഫസ് എന്ത് ചെയ്യുന്നു, നമ്മൾ വരയ്ക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഞാനിപ്പോ ഈ വരയ്ക്കുന്ന ഇതിന്റെ ഉള്ളിൽ ഫുൾ ഗ്ലാസ് മെറ്റീരിയൽ ആണ്, ഫുൾ ഗ്ലാസ് ആണ്, ഇതിന്റെ വെളിയിൽ എയർ ആണ്. ഇതിനും മിറർ വരയ്ക്കുന്ന പോലെ തന്നെ നമുക്കൊരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, നമ്മൾ ഇവിടെ ആയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാൻ പോവാണ്. അതിനെ ഒന്ന് വിളിച്ചു. അപ്പൊ എന്തായാലും റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് റേ ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഇവിടെ വീഴണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഗ്രീൻ റേ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ലൈറ്റ് റേ വന്ന് വീണു. ഓക്കെ ആണല്ലോ, ഇവിടെ ലൈറ്റ് റേ വന്ന് വീണു. ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മള് ലൈറ്റ് റേ വന്ന് വീഴുന്നത് നമ്മൾ വരച്ചു, പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം വരയ്ക്കാൻ വിട്ടുപോയി. ഇവിടത്തെ ഇത് റെയറർ മീഡിയം ആണ്. അപ്പൊ റെയറർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങളെ സ്കൂളിൽ N1 ഇട്ടാ പഠിപ്പിച്ചെങ്കിൽ N1, μ1 ഇട്ടാ പഠിപ്പിച്ചെങ്കിൽ μ1. ഞാൻ തൽക്കാലം N1 ഇട്ട് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ μ1 ആ പഠിപ്പിച്ചെങ്കിൽ μ1 ഇട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി N1 ആണെങ്കിൽ N1 ഇട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫസ്റ്റ് മീഡിയം ആണ്. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ഇതൊരു റെയറർ മീഡിയം ആണ് നമുക്കറിയാം. അതേപോലെ ഇതിന്റെ ഉള്ളിൽ ഇത് N2 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് ഡെൻസർ മീഡിയം ആണ് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. പക്ഷെ നമ്മളിവിടെ നോർമൽ വരച്ചില്ല അല്ലേ. നോർമൽ വരയ്ക്കണമെങ്കിൽ എങ്ങനെ നമ്മൾ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലെ, നോർമൽ വരയ്ക്കാൻ എപ്പോഴും പഠിക്കണം വന്ന് വീഴുന്ന പോയിന്റ്, അതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ വന്ന് വീഴുന്ന പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇരിക്കുന്ന സർഫസ് എങ്ങനെയാണെന്ന് നോക്കണം. സർഫസ് ഇവിടെ എങ്ങനെയാണ്, സർഫസ് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് ഇല്ലേ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നോർമൽ വരയ്ക്കാൻ. അപ്പൊ നോർമൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇതാണ് നോർമൽ, ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പഠിപ്പിച്ചായിരുന്നു, നോർമലിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലായിരിക്കും അത് പോയി ജോയിൻ ചെയ്യാന്നുള്ള കാര്യവും ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പം ഇതിന് ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടെന്ന് കരുതുക, ഇവിടെ C എന്ന് കരുതുക. ഇനി നമുക്ക് ബാക്കി വരയ്ക്കാം. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ ടു ഡെൻസർ മീഡിയം? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിട്ട് കണ്ടോ, ഇങ്ങോട്ടേക്ക് ടുവേർഡ്സ് നോർമൽ ആയിട്ട് ഇവിടെ വന്ന് വരും. ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്രാക്ഷനും ഒക്കെ കൊടുക്കാം. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ I. ഒബ്വിയസ്ലി ഇതായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. കാരണം ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണല്ലോ. ഇനി നമുക്ക് ഓരോ പേര് കൊടുക്കാം. ഈ ഇൻസിഡന്റ് റേനെ ഞാൻ OM എന്ന് കൊടുക്കുകയാണ്, റിഫ്രാക്റ്റഡ് റേ MI ആണ്. അതേപോലെ തന്നെ ഈ നോർമൽ സെന്റർ ഓഫ് കർവേച്ചറോട് മീറ്റ് ചെയ്യുന്ന ലൈൻ MC എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാം. ഡിസ്റ്റൻസ് ഒരിക്കലും വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇതിനകത്ത് മാർക്ക് ചെയ്യല്, ഇതിന് താഴെയായിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അതായത് ഇതിനെ P എന്ന് കൊടുക്കണം, അങ്ങനെ പോളില്ലേ, അതേപോലെ ഇതിനെ P എന്ന് കൊടുക്കുന്നു. അപ്പൊ ഈ P തൊട്ട് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഈ ദൂരത്തിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ പോള് തൊട്ട് ഒബ്ജക്റ്റ് വരെ ഇരിക്കുന്ന ഈ ദൂരത്തിനെ നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് U എന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പോള് തൊട്ട് ഇമേജ് വരെയുള്ള ഈ ദൂരത്തിനെ ഇമേജ് ഡിസ്റ്റൻസ് എന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, V. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എനിക്ക് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാതെ ഇതിന്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട്, ട്രിഗ്നോമെട്രി അപ്ലൈ ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിളും വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്നറിയാം, ഞാൻ ഈ എമ്മിൽ നിന്ന് ഈ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് അതിനെ N എന്ന് നെയിം ചെയ്യണം ഈ പോയിന്റിനെ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ PN എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്, നെഗ്ലിജിബിൾ ആണ്. അപ്പൊ നിങ്ങൾ NC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ PC എന്ന് എടുത്താലും മതി. അതേപോലെ NI എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിന് PI എന്ന് എടുത്താൽ മതി. ഇനിയും അങ്ങനെ, അതായത് ON എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ OP എന്ന് എടുത്താലും മതി. ഈ NP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നെഗ്ലിജിബിൾ ഡിസ്റ്റൻസ് ആണ്,
ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രം ഞാൻ ഇത് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ ഇൻസിഡന്റ് റേയും ഈ പ്രിൻസിപ്പൽ ആക്സിസും തമ്മിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടല്ലോ. വേണ്ടിയത് ഈ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് എടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ സെന്റർ ഓഫ് കർവേച്ചറിലോട്ടുള്ള നോർമൽ ലൈനും അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസും മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ ബീറ്റ എന്നും, ഈ ഇമേജിലോട്ട് വരുന്ന റേയും ഈ പ്രിൻസിപ്പൽ ആക്സിസും മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ ഗാമ എന്ന് എടുക്കാൻ പോവാണേ. ഗാമ എന്ന് എടുക്കാൻ പോകും. ഈ ആംഗിളിനെ ഗാമ. ഈ ആറും ഗാമ, ശരിക്കും ആറും ഇങ്ങനെ വരയ്ക്കുന്നത്, ഗാമ എങ്ങനെയാ വരയ്ക്കുന്നത്, അത് രണ്ടും തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി ഞാൻ ഗാമേനെ ഒരു മൊയിലിന്റെ ചെവി പോലെ ഇങ്ങനെ വരയ്ക്കുകയാണേ. ഗാമ. ഇനി നമ്മൾ ഇത് എഴുതുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതുക. എന്താ അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയില്ലേലും കുഴപ്പമില്ല കേട്ടോ. ഡെറിവേഷൻ ആണ് മുഖ്യം. ചുമ്മാ ഈ ഇംഗ്ലീഷിൽ എസ് എഴുതുന്ന പോലെ എസ് എഴുതിയൊന്നും വെക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പോൾ അതിന് മാർക്ക് കിട്ടിയില്ലേലും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടും. ഈ എസ് എ പോലെ തന്നെ ഇങ്ങനെ വലിച്ചു വാരി ഒന്നും എഴുതണ്ട. നിങ്ങൾക്കറിയാം, കൺസിഡർ എ സ്ഫെറിക്കൽ കോൺവെക്സ് സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസ് and let OM be the incident ray and MI be the refracted ray and it will bend towards normal as the light travels from rare to denser. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതി പിടിപ്പിച്ചാൽ മതി. ഓക്കെ. അതിൽ ഞാനിപ്പോൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ആ ഡെറിവേഷൻ പോലെ ചെയ്യുക. എന്നാലും എഴുതിക്കും. കൺസിഡർ a convex spherical refracting surface separating a rarer medium of refractive index ഞാൻ REF IND എന്ന് എഴുതുകയാണ്. refractive index n1 from a denser medium of refractive index n2. let OM be the incident ray ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. and MI be the refracted ray. MI be the refracted ray. ഓക്കെ. ഇനി ഞാൻ ആംഗിളിനെ പറ്റി എഴുതാൻ പോവാണ്. ആംഗിളിനെ പറ്റി ഞാൻ ഒറ്റ ലൈനിൽ തീർക്കാണ്. അതായത് ഇങ്ങനെ എഴുതാൻ പോകുന്നത് ലെറ്റ് എന്താണ്, അതായത് ലെറ്റ് OM MC and MI makes angle alpha beta and gamma with the principal axis respectively എന്ന് ഒറ്റ ലൈനിൽ എഴുതാൻ പോവാം. ഡിഫറെന്റ് ആയിട്ട് എഴുതണമെങ്കിൽ എന്ത് എഴുതണം? ലെറ്റ് OM make angle alpha with the principal axis, let MC make angle beta with the principal axis and MI make angle gamma with the principal axis. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അങ്ങനെ എഴുതുന്നതിന് പകരം ഞാൻ എന്ത് എഴുതുകയാണ്, ഞാൻ ഒറ്റ അടിക്ക് തന്നെ ഇങ്ങനെ അങ്ങ് എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. ലെറ്റ് alpha beta and gamma be the angle made by OM MC and MI respectively with the principal axis. Let alpha, beta and gamma be the angle made by OM, MC and MI respectively with the principal axis. അത് മതി. ഇനിയുമാണ് ഡെറിവേഷനിലേക്ക് കയറാനായിട്ട് പോകുന്നത്. അപ്പം ശ്രദ്ധിച്ചോണം. ഇത്രയും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പടവും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഓരോ ട്രയാങ്കിൾ എടുക്കാൻ പോവാണേ. ഇൻ ട്രയാങ്കിൾ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാൻ പോകുന്നത് ഏതാണെന്ന് അറിയാമോ? ഈ ട്രയാങ്കിൾ ആണ് എടുക്കാൻ പോകുന്നത്. ഞാൻ കളർ ചെയ്ത് കാണിക്കാം. ഓരോ ട്രയാങ്കിളും ഞാൻ കളർ ചെയ്ത് കാണിക്കാം. ഈ ട്രയാങ്കിൾ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ട്രയാങ്കിൾ, അതായത് OMN എടുക്കാൻ പോവാണ്. OMN നെ നമുക്ക് OMP എന്ന് എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു PN എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ? അപ്പൊ ഞാൻ ട്രയാങ്കിൾ OMN ആണ് എടുക്കാൻ പോകുന്നത്. ട്രയാങ്കിൾ OMN, അതിനെ വേണമെങ്കിൽ OMP എന്ന് എടുക്കാം. അവിടെ ഞാൻ ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ പോവാം. ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ്.
ഈ ഫിഗറിനകത്ത് ഈ ആൽഫ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് എം എൻ. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഒ എൻ ആയിരിക്കും. അപ്പൊ അതിനെ ഒ എൻ നിൽക്കുന്നതിന് ഒരു ഒ പി നിർത്താലും മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് then ഇങ്ങനെ എഴുതാം, tan alpha is equal to ഓപ്പോസിറ്റ് സൈഡ് എം എൻ ഡിവൈഡഡ് ബൈ ഒ എൻ എന്ന് എടുക്കുകയാണ്. അതിനെ ഞാൻ എം എൻ ഡിവൈഡഡ് ബൈ ഒ പി എന്നാക്കുകയാണ്. ഓക്കെ. ഇനി നമ്മളൊരു ഇത് പഠിച്ചായിരുന്നു, ഫോർ സ്മോൾ ആംഗിൾ എപ്പോഴും ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം, എം എൻ ഡിവൈഡഡ് ബൈ ഒ പി എന്ന് എഴുതാം. നിങ്ങൾ നോക്കിയേ, ഒ പിക്ക് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തായിരുന്നു. ഒ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ യു അല്ലേ, ശരിയല്ലേ? ഒ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് യു അല്ലേ. അപ്പൊ ഒ പിന്ന് നമുക്ക് യു എന്ന് കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്തെന്ന് എടുക്കാം, എം എൻ ഡിവൈഡഡ് ബൈ യു എന്ന് കൊടുക്കാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഇനി ഞാൻ അതേപോലെ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അടുത്ത ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നത് എം എൻ സി ആണ്. അതായത് ഇത് എടുക്കാം, എം എൻ സി. എം എൻ സി എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ ഇതെടുക്കാം, എം എൻ സി. ഈ എം എൻ സി എടുക്കുമ്പോൾ എം എൻ സി എടുക്കുന്നതിന് വരെ എം പി സി എന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. അപ്പം അത് ഞാൻ എടുക്കാനായിട്ട് പോവാണ്, നോക്കിക്കോളൂ. ഇൻ ട്രയാങ്കിൾ ഇവിടോട്ട് എഴുതാമേ നിങ്ങൾക്ക്. ഇൻ ട്രയാങ്കിൾ എം എൻ സി, അതിനെ നമുക്ക് എന്താണെന്ന് എഴുതാം, എം പി അല്ല സോറി പി അല്ലല്ലോ, എം പി സി എന്ന് വേണമെങ്കിലും എടുക്കാം. എന്നാൽ അവിടെ ഞാൻ എന്ത് എടുക്കാൻ പോകുന്നറിയോ, ടാൻ ബീറ്റ എടുക്കാൻ പോവാം. അവിടെയും ടാൻ ബീറ്റ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ടാൻ ബീറ്റ ഇസ് ഓപ്പോസിറ്റ് എം എൻ ആണ്. ഹൈപ്പോട്ടന്യൂസ് അഡ്ജസന്റ് എന്താ, എൻ സി ആണ്. എൻ സിക്ക് പകരം നമുക്ക് പി സി എടുക്കാന്ന് പറഞ്ഞായിരുന്നു ഇല്ലയോ. അപ്പൊ അവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഓപ്പോസിറ്റ് എം എൻ ഡിവൈഡഡ് ബൈ എൻ സി ആണ്. അതിനെ ഞാൻ എന്താക്കുന്നു, എം എൻ ഡിവൈഡഡ് ബൈ പി സി എന്നാക്കുന്നു. ഇനി സ്മോൾ ആംഗിൾ വരുന്ന സമയത്ത് therefore നമുക്ക് എന്തെടുക്കാം, ബീറ്റ ഈസ് ഈക്വൽ ടു എം എൻ ഡിവൈഡ് ബൈ പി സി. പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കിയേ, പി തൊട്ട് സി വരെയുള്ള ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ടല്ലേ എടുത്തത്. അങ്ങനെയാണ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ വലിയ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ട്രയാങ്കിൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഈ ട്രയാങ്കിൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താ, അവിടെ എം എൻ ഐ എം എൻ ആണ്. ഐ എം എൻ എടുക്കുന്നതിന് പകരം ഐ എം പി എന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ട്രയാങ്കിൾ ഐ എം എൻ എന്ന് എടുക്കാൻ പോവാണ്. ഇൻ ട്രയാങ്കിൾ ഐ എം എൻ. ഇൻ ട്രയാങ്കിൾ നിങ്ങൾ എഴുതുമ്പോൾ താഴെ എഴുതി പോണേ, ഞാൻ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഇൻ ട്രയാങ്കിൾ ഐ എം എൻ എടുക്കാൻ പോവാണ്. അതിനെ നമുക്ക് ഐ എം പി എന്നും ആക്കാം. അപ്പൊ അവിടെ ടാൻ ഗാമയാണ് എടുക്കുന്നത്. അതും ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗാമയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാ, ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ ഐ എൻ ആണ്. ഐ എൻ നമുക്ക് വേണമെങ്കിൽ ഐ പി എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എം എൻ ഡിവൈഡഡ് ബൈ ഐ എൻ എന്ന് എടുക്കാം. അതിനെ നമുക്ക് എം എൻ ഡിവൈഡഡ് ബൈ ഐ പി എന്നാക്കാം. ഇനി സ്മോൾ ആംഗിൾ വരുമ്പോൾ ഗാമ എന്നാക്കാം. ഗാമ ഈസ് ഈക്വൽ ടു നമുക്ക് എം എൻ ഡിവൈഡ് ബൈ ഐ പി എന്ന് പറയുമ്പോൾ പോൾ തൊട്ട് ഇമേജ് വരെയുള്ള ദൂരം, അത് വി ആണ്. ഈക്വേഷൻ നമ്പർ 3 ആക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു സാധനമാണ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ട്രയാംഗിൾ ഇങ്ങനെ വന്നു, ആ ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന്റെ ഇന്റീരിയർ ആംഗിൾ. അപ്പം അതിന്റെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ എക്സ്റ്റീരിയർ ആംഗിളിന്റെ ഇന്റീരിയർ ആംഗിൾ ഇതാണ്. ഈ ഇന്റീരിയർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഇതും ഇന്റീരിയർ ഓപ്പോസിറ്റ്. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എ ആണെങ്കിൽ അത് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇത് ബിയും സിയും ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ രണ്ട് ട്രയാംഗിൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഏത് ട്രയാംഗിൾ എടുക്കുന്നത് നിങ്ങൾ നോക്കിയോ. ആ ട്രയാംഗിൾ ഞാൻ താഴോട്ട് വരച്ചിട്ടേ എഴുതത്തുള്ളൂ. ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന ട്രയാംഗിൾ ഇതാണ്, മഞ്ഞ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ ആംഗിൾ ആണ്, ഈ ട്രയാംഗിൾ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്.
ഈ ട്രയാങ്കിൾ എടുത്തിട്ട് എക്സ്റ്റേണൽ ആംഗിൾ ഞാൻ എന്ത് എടുക്കും അറിയോ, എന്റെ ഐ എടുക്കും. ഓക്കെ ആണല്ലോ, ഇതാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇൻ ട്രയാങ്കിൾ ഒ എം സി ആണ് എടുക്കാൻ പോകുന്നത്. ഇൻ ട്രയാങ്കിൾ ഒ എം സി ഞാൻ സൈഡിലോട്ട് വേണമെങ്കിൽ വരച്ചിടാം. അതായത് ഒ ഇവിടെ, എം ഇവിടെ, സി ഇവിടെ, ഇല്ലേ? അപ്പം സിയുമായിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് മേക്കുന്ന ആംഗിൾ ബീറ്റ, ഒയുമായിട്ട് സി ആണ്, ഒയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ. ഇനി ഇതാണ് എക്സ്റ്റേണൽ ആംഗിൾ, ഇവിടെ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ ഇവിടെ ഐ ആണ്, ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ആൽഫ പ്ലസ് ബീറ്റ ആണ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 സൈഡിൽ വരച്ചോണോ, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് വരച്ചിട്ടോണോ. അടുത്ത ട്രയാങ്കിൾ എടുക്കുകയാണ്. അടുത്ത ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. അടുത്ത ട്രയാങ്കിൾ എക്സ്റ്റീരിയർ ആംഗിൾ ഈസിക്കൽ സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കുന്നത് ഈ ആംഗിൾ ആണ് എടുക്കാൻ പോകുന്നത്, ഈ ട്രയാങ്കിൾ ആണ് എടുക്കാൻ പോകുന്നത്. ഇത് അതായത് എം ഐ സി എടുക്കാൻ പോകുന്നത്. എം ഐ സി എടുക്കുന്ന സമയത്ത് ഞാൻ എക്സ്റ്റേണൽ ആംഗിൾ ആയിട്ട് എടുക്കുന്നത് ഈ ബീറ്റേനെയാണ്. ഓക്കെ, അത് ഞാൻ താഴോട്ട് വരയ്ക്കാൻ പോവാണ്. ഇൻ ട്രയാങ്കിൾ എം ഐ സി, ഇൻ ട്രയാങ്കിൾ എം ഐ സി, എം ഐ സി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. എം ഐ സി വരുന്നത് ഇങ്ങനെയാണ്, അല്ലേ? ഇവിടെയാണ് ഐ, ഇവിടെയാണ് സി, ഇവിടെയാണ് എം. ഇവിടെ ബീറ്റ വരുന്നു, സിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, ഐയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ ബീറ്റ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതണമെങ്കിൽ ബീറ്റ ഈസിക്കൽ ടു ആർ പ്ലസ് ഗാമ എന്ന് എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ആയതുകൊണ്ട് ഈ ഗാമേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബീറ്റ മൈനസ് ഗാമ ഈസിക്കൽ ടു എന്താ, ആർ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇക്വേഷൻ നമ്പർ 5 എടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ബൈ സ്നെൽസ് ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളത് സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈസിക്കൽ ടു n2 എന്നാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഞാനിവിടെ n2 ബൈ n1 എന്നാക്കുന്നു. അറിയാലോ, n2 നമുക്ക് n2 ബൈ n1 എന്ന് എഴുതാം. സ്മോൾ ആംഗിൾ ആകുമ്പോൾ ഐ ബൈ ആർ എന്ന് എഴുതാം. ഐ ബൈ ആർ ഈസിക്കൽ ടു n2 ബൈ n1 എന്നാക്കുന്നു. അതെന്താ, ഇത് സ്മോൾ ആംഗിൾ ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ അല്ല വേണ്ട, അതവിടെ കിടക്കട്ടെ. ഫോർ സ്മോൾ ആംഗിൾ ആകുമ്പോൾ ഇങ്ങനെയാവും, അല്ലേ? ഫോർ സ്മോൾ ആംഗിൾ ഇങ്ങനെയാവും. അങ്ങനെയാണ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ എന്തെന്ന് വിളിക്കാം, 5 അല്ലെ, ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറയോ, ഐയുടെ ആറിന്റെ വാല്യൂ ഞാൻ മുകളിൽ 4ലും 5ലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഐയുടെ ആറിന്റെ വാല്യൂ ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കാൻ പോകണം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 4 and 5 in equation 6. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 4 and 5 in 6. അങ്ങനെയാണ് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് ഗാമ, ബീറ്റ മൈനസ് ഗാമ അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടും, n2 ഡിവൈഡഡ് ബൈ n1 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. ഇതിങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ, നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നത് അതായത് ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് ഗാമ ഈസിക്കൽ ടു n2 ബൈ n1 എന്നാണ് നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് കിട്ടിയത്. ഇതിനെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു n2 ഇൻറ്റു ബീറ്റ മൈനസ് ഗാമ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ, ഇപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ നമ്പർ 6 വരെ അല്ലേ ചെയ്തത്, ഇക്വേഷൻ നമ്പർ 6 ആണ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 7 എന്ന് ഇടാം. ഓക്കെ, നമ്മൾ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1, 2 and 3 in equation 7. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n1 ഇൻറ്റു ആൽഫയുടേത് mn ഡിവൈഡഡ് ബൈ u എന്നായിരുന്നു, ബീറ്റയുടേത് mn ഡിവൈഡഡ് ബൈ r എന്നായിരുന്നു, ഈസിക്കൽ ടു n2 ഇൻറ്റു ബീറ്റയുടേത് mn ഡിവൈഡഡ് ബൈ r എന്നാണ്, മൈനസ് ഗാമയുടേത് mn ഡിവൈഡഡ് ബൈ v എന്നാണ്. ഓക്കെ ആണല്ലോ, ഇത് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി എല്ലായിടത്തും mn ഉണ്ട്, രണ്ട് സൈഡിലും mn ഉണ്ട്, mn കോമൺ എടുക്കാൻ പറ്റും. അപ്പൊ n1 ഇൻറ്റു mn കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ, 1 ബൈ u പ്ലസ് 1 ബൈ r വിച്ച് വിൽ ബി ഈസിക്കൽ ടു n2 ഇൻറ്റു mn കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 1 ബൈ r മൈനസ് 1 ബൈ v എന്ന് വരും. രണ്ട് സൈഡിലും mn ന്യൂമറേറ്ററിലാണ്, കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ n1 നെ ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ട് സൈഡിലും n2 നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ
n1 divided by u plus n1 divided by r, which will be is equal to n2 divided by r minus n2 divided by v എന്ന് വരും. ഇനി സൈൻ കൺവെൻഷൻ കൊടുക്കണം. നമുക്കറിയാം യു എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടായിരുന്നു, ലെഫ്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ് എടുക്കണമെന്നാണ് പറയുന്നത്, റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യും, ആറിനെ ഒരുമിച്ച് കൊണ്ടുവരാണേ. ആറിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആദ്യം ഈ നെഗറ്റീവ് n2 ബൈ വിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അതേപോലെ ഈ പോസിറ്റീവ് n1 ഡിവൈഡ് ബൈ ആറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, n1 ഡിവൈഡഡ് ബൈ യു മൈനസ് n2 ഡിവൈഡഡ് ബൈ വി ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ ആർ അപ്പുറത്ത് കിടപ്പുണ്ട്, ഇപ്പുറത്തുനിന്ന് വന്ന n1 ഡിവൈഡ് ബൈ ആർ കൂടെ അവിടെ അക്കോമഡേറ്റ് ചെയ്യണം ഇല്ലേ. ഇനി ഞാൻ അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ കൊടുക്കാൻ പോണ്. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം യു നെഗറ്റീവ്, യു മാത്രമേ ഉള്ളൂ നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞോ വിട്ടുവിട്ടാ കേൾക്കുന്നത്. വിട്ടുവിട്ടാ കേൾക്കുന്നത്. ഒന്നുകൂടി ചോദിച്ചോ അവരാണേ. സർ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അയ്യോ വിട്ടുവിട്ടാ കേൾക്കുന്നത്. ലെഫ്റ്റ് ആയിട്ടൊന്ന് കയറിക്കേ. അതിനും പറഞ്ഞോ, ഡൗട്ട് ചോദിച്ചോ. സാർ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. സാർ n2 ബൈ വി പോസിറ്റീവ് ആവത്തില്ലെന്ന് ചോദിച്ചു. n2 ബൈ വി അങ്ങോട്ട് വിടുമ്പോ പോസിറ്റീവ് ആവത്തില്ല ലെഫ്റ്റിലോട്ട്. അയ്യോ സോറി, ഇത് പോസിറ്റീവ് ആവും. കറക്റ്റ് ആണ്. കാരണം ഈ നെഗറ്റീവ് n2 ബൈ വി ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ആവും. കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ ചെയ്യാൻ പോകണം. സൈൻ കൺവെൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ആ പടത്തിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ലെഫ്റ്റിലോട്ട് യു മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ട് റൈറ്റിലോട്ടാണ് എടുക്കുന്നത്. അപ്പൊ യു ഇവിടെ നെഗറ്റീവാ. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് വരും എന്നറിയോ, n1 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് യു പ്ലസ് n2 ഡിവൈഡഡ് ബൈ പോസിറ്റീവ് വി which will be is equal to n2 divided by positive r minus n1 divided by positive r. ഇങ്ങനെ വരും. നമുക്കറിയാം ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനെ രണ്ടാമത് എഴുതിയിട്ട്, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിനെ ആദ്യം എഴുതുവാണ് അറേഞ്ച് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ എന്ത് വരും, n2 ഡിവൈഡ് ബൈ വി മൈനസ് ഈ മൈനസ് നടുക്കോട്ട് വരും, ഈ മൈനസ് n1 ഡിവൈഡഡ് ബൈ യു വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇതിനെ ഒരുമിച്ച് രണ്ട് പോസിറ്റീവ് ആണ്, n2 മൈനസ് n1 ഹോൾ ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. ഇത് ഇങ്ങനെ പഠിക്കരുത്, ഈ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിയിൽ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനത് എഴുതേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ, നിങ്ങൾ പഠിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഞാൻ മലയാളത്തിൽ എഴുതുകയാണ്. രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജിലേക്കുള്ള ദൂരം, ഇമേജിലേക്ക് ഉള്ള ദൂരം മൈനസ് ഒന്നാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഒബ്ജക്റ്റിലേക്ക് ഉള്ള ദൂരം ഈസിക്കൽ ടു, ഇത് നിങ്ങൾ മറ്റേ രീതിയിൽ തന്നെ 2 സെക്കൻഡ് മൈനസ് എന്താണ് ഫസ്റ്റ് ഡിവൈഡ് ബൈ എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് കൺസിഡർ ചെയ്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ കാര്യം, ഇത് നിങ്ങൾ അവിടെ തന്നെ വേണമെങ്കിൽ എഴുതി ഇട്ടോണം. ഇത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ
ലെൻസ് മേക്കേഴ്സ് ഫോർമുല എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരുടെയും സ്കൂളിൽ ഈ റേ ഒപ്റ്റിക്സ് തീർത്തു. അപ്പം നിങ്ങൾ പഠിച്ചത് കാണാതെ പഠിച്ചത്, കാരണം ഇന്ന് ഇവിടെ ഓഫ്ലൈൻ എടുത്ത സമയത്ത് ഒറ്റ കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കാതെ എഴുതി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, ഞാനിപ്പോൾ ഒരു ലെൻസ് മേക്കേഴ്സ് ഫോർമുല എഴുതുന്ന സമയത്ത് അതിന് രണ്ട് സ്പെരിക്കൽ സർഫസ് കാണും. അതായത് ഒരു സ്പെരിക്കൽ സർഫസിൽ എൻ്റെ കോൺകേവും കോൺവെക്സും, ഒരു സ്പെരിക്കൽ സർഫസ് കോൺവെക്സും. അപ്പൊ ലൈറ്റ് നമ്മൾ ഇതുവരെ പഠിച്ച 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ലൈറ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് പോകുന്ന പറയുന്നത് ഇല്ലേ? പക്ഷെ അങ്ങനല്ല, ലൈറ്റ് ഈ രണ്ട് സർഫസിലും റിഫ്രാക്ഷൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചെയ്തു, ഇവിടെ വന്ന് ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്തു, ഇവിടെ വീണ്ടും റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ ആദ്യത്തെ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഒന്നാമത്തെ മീഡിയം ഇത്, രണ്ടാമത്തെ മീഡിയം ഇത് ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം. എന്നാൽ രണ്ടാമത്തെ സർഫസിൽ നടക്കുമ്പോൾ എന്താണ്, n1 വീണ്ടും തിരിച്ച് എയറിലേക്ക് വരുവാണ്. അപ്പോൾ ഫസ്റ്റ് മീഡിയം ഇത്, സെക്കൻഡ് മീഡിയം ഇതാണ്. ഇവിടത്തെ റിഫ്രാക്ഷൻ എഴുതുന്ന സമയത്ത് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ n1 ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഇമേജിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ v മൈനസ് n2. കണ്ടോ? അപ്പം ആ ഇക്വേഷൻ ഫിക്സഡ് ആയിട്ട് n2 ഡിവൈഡ് ബൈ v മൈനസ് n1 ഡിവൈഡ് ബൈ, അങ്ങനെ പഠിക്കരുത്. പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം. അതായത് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം മൈനസ് ഒന്നാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് ഒന്നാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പഠിക്കണം. അതായത് നിങ്ങൾ അതായത് എപ്പോഴും അതായത് ഇപ്പം ഇനിയിപ്പം മലയാളം അറിയാത്തവർക്ക് ഇംഗ്ലീഷിലും അത് പറഞ്ഞുതരാം. സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്. ഇനി ഫിസിക്കലും എന്താ, സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് മൈനസ് ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇല്ലേ? ഇങ്ങനെയല്ലേ? അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് ഞാനിപ്പോ പറഞ്ഞു. അതായത് നമ്മള് ഒരു എന്താണ് ലെൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ രണ്ട് സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ആദ്യത്തെ സർഫസിന്റെ ഫസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇതും, സെക്കൻഡ് മീഡിയം ഇതാണ്. അപ്പൊ അവിടെ ഓൾറെഡി നോർമലി നിങ്ങൾക്ക് n1 n2 എടുത്താലും തെറ്റാതെ നിങ്ങൾക്ക് ആ ഇക്വേഷൻ എഴുതാൻ പറ്റും. പക്ഷെ ഇവിടത്തെ റിഫ്രാക്ഷൻ എടുക്കുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം ആണ്. അപ്പൊ സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ n2 അല്ല n1 ആണ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫിക്സഡ് ആയിട്ട് n2 ബൈ v മൈനസ് n അങ്ങനെ പഠിക്കാതെ, അതാണ് ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ഒക്കെ അതാണ്. പക്ഷെ n2 എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക, ബൈ ഇമേജിലേക്കുള്ള ദൂരമാണെന്ന് ആലോചിക്കുക, മൈനസ് ഒന്നാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മൈനസ് ഒന്നാമത്തെ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല കണക്ട് ആവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ആകത്തില്ല. അവിടെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ തെറ്റ് വരും 100%. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടത്തിന് വരും. റേ ഒപ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യിച്ചെങ്കിൽ ആ സ്കൂളിൽ ചെയ്യിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് റേ ഒപ്റ്റിക്സിന്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് കൃത്യം ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്, ബൈ ഹാർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ് പഠിച്ചത് എന്നുള്ള കാര്യം. എന്തായാലും അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? നമ്മൾ കോൺവെക്സ് ആണ് പഠിച്ചത്, ഇത് തന്നെ കോൺകേവ് ചെയ്യാൻ പോവാണ്. അതാണ് അടുത്ത ഡെറിവേഷൻ. അത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കൺസിഡർ ഒന്നും പറഞ്ഞ് ഞാൻ എഴുതത്തില്ലേ. അത് ഞാൻ അല്ലാതെ അങ്ങ് എഴുതാൻ പോവാണ്, നോക്കിക്കോളൂ. അല്ലാതെ അങ്ങ് എഴുതാൻ പോകണം. ഇത്ര എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ ഇതെല്ലാം തുടക്കിയാണ്. അതുകൂടെ ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി, നമുക്കത് അതും കൂടെ തീർക്കാം. ഓക്കെ, അപ്പം എഴുതിക്കോ, റിഫ്രാക്ഷൻ അറ്റ് സ്പെരിക്കൽ സർഫസ്. രണ്ടാമത്തെ റിഫ്രാക്ഷൻ അറ്റ് സ്പെരിക്കൽ സർഫസ്. സ്പെരിക്കൽ സർഫസ് ആണ്. ഇവിടെ നമ്മൾ കോൺകേവ് ആണ്, കോൺകേവ് സർഫസ് ആണ്. മറ്റേ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് റെയറർ ടു ഡെൻസർ തന്നെ എടുക്കാം. റെയറർ ടു ഡെൻസർ തന്നെ എടുക്കാം. ഇവിടെ പടം വരയ്ക്കണം. ഇവിടെ കോൺകേവ് ആയതുകൊണ്ട് തന്നെ അകത്തോട്ടാണ് ബെൻഡിങ് കൊടുക്കേണ്ടത്. അകത്തോട്ട് ബെൻഡിങ് കൊടുക്കുക.
അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പടം ഇച്ചിരി വലുതായിട്ട് വരയ്ക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് വരയ്ക്കില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോവും. ഇമേജിൽ നിന്ന് വരുന്ന റേയും നോർമലും ഒക്കെ തൊട്ടടുത്തടുത്താണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുക ഈ പടം. ഓക്കെ ആണല്ലോ? ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുക. ഞാനും ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം ഈ പടം. എന്നിട്ട് നമ്മൾ ഇതിന് പ്രിൻസിപ്പൽ ആക്സിസ് കൊടുക്കുകയാണ്. പ്രിൻസിപ്പൽ ആക്സിസ് ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ട് വരയ്ക്കേ കേട്ടോ, അല്ലാതെ ഇതിന്റെ കൂടെ തന്നെ വരച്ച് പോവാതെ. ഇതിന്റെ പടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടാണ്. ഇവിടെ നിന്ന് വന്നവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ, ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. നമുക്കറിയാം ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് എങ്ങനെ ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ട് വരയ്ക്കാം. അപ്പം ഇവിടെ നിങ്ങൾ ആലോചിച്ചോണം, ഇവിടെ ലൈറ്റ് റേ വന്നു വീണു, ഇതായിരിക്കും പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നോർമൽ എങ്ങനെ വരയ്ക്കും, അതാണ് നോർമൽ വരയ്ക്കുമ്പോൾ ഇവിടെ സർഫസ് എങ്ങനെ ആയിരിക്കുന്നത് നോക്കുക. സർഫസ് തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. കണ്ടോ, ഇതാണ് ഇതിന്റെ പെർപെൻഡിക്കുലർ ആണല്ലോ. ഇതിന്റെ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ്. അപ്പം ഇവിടെ ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇതായിരിക്കും നമ്മുടെ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റർ ട്രാവൽസ് ഫ്രം റെയറർ. ഇത് റെയർ ആണ്, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1. ഇത് റെയറർ മീഡിയം, ഇത് N2, ഇതിന്റെ റിഫ്രാക്റ്റീവ് N2, ഇത് ഡെൻസർ മീഡിയം അല്ലേ. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റർ ട്രാവൽസ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും അല്ലേ. അതായത് നോർമൽ അടുത്തോട്ട് ബെൻഡ് ചെയ്തു. ഇത് ഇച്ചിരി ബെൻഡിങ്, ഒത്തിരി ബെൻഡിങ് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ നോർമലുമായിട്ട് വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇച്ചിരി ബെൻഡിങ് കാണിക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അപ്പൊ നമുക്കറിയാം ഇവിടെ ഇൻസിഡന്റ് റേ എന്ന് പറയുമ്പോൾ നോർമലിനും ഇതാണ് ഇൻസിഡന്റ് റേ, അതായത് OM എന്ന് കൊടുക്കാമേ ഇൻസിഡന്റ് റേ. അപ്പം OM-ന്റെയും ഈ പറഞ്ഞ നോർമൽ ഇടയ്ക്ക് ഉണ്ടാകുന്നതിന്റെ ഈ ആംഗിൾ ആണ് നമ്മുടെ എന്ത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ വലുതായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, ഇനിയും നമുക്കറിയാം ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും അറിയോ, ഈ സൈഡിൽ തന്നെ ആയിരിക്കും. അതെങ്ങനെയാണെന്നറിയോ, ഈ റിഫ്രാക്റ്റഡ് റേനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡോട്ട് ഇട്ട് വേണം വരയ്ക്കാൻ. ഡോട്ട് ഇട്ട് വേണം വരയ്ക്കാൻ. ആ ഡോട്ട് ഇട്ട് വരച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഇമേജ്. മനസ്സിലാക്കിക്കോണം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ റേ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഈ റേ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ളത് ഇതും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. കാരണം നിങ്ങൾ നോക്കിയേ, ഞാൻ ഒന്നുകൂടെ ഇച്ചിരി കൂടെ വലുതാക്കി വരയ്ക്കണോ, ഇച്ചിരി വലുതാക്കി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് ഇച്ചിരി ഒന്ന് വലുതാക്കി വരച്ചു തരാം, നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ഒബ്ജക്റ്റ് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് നീക്കി വരയ്ക്കുകയാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് റേ കിട്ടും. അപ്പം ഞാൻ ഒരു റേ എടുത്തിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. അപ്പം നോർമൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ നോക്കണം. എന്നിട്ട് അതിന്റെ സർഫസ് എങ്ങനെയായിരിക്കുന്നത് നോക്കണം. സർഫസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും അവിടുത്തെ എന്ത്, അതിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് തന്നെ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് N1 ആണ്. ഞാൻ പറഞ്ഞു ഇത് N1 ആണ്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്. ഇത് റെയർ മീഡിയത്തിന്റെ, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2, ഇത് ഡെൻസർ മീഡിയം. അപ്പൊ ഇവിടെ ബെൻഡ് ടുവേർഡ്സ് നോർമൽ എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബെൻഡ് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും. ഓക്കെ, ഈ ബെൻഡ് ചെയ്യുന്ന ലൈറ്റ് റേനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നതായിരിക്കും അവിടുത്തെ ഇമേജ്. കണ്ടോ, ബെൻഡ് ചെയ്യുന്ന ലൈറ്റ് റേനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നതായിരിക്കും അവിടുത്തെ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് ഒബ്ജക്റ്റ് ആണ്. ഇത് നോർമൽ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രിൻസിപ്പൽ ആക്സിസ് മുട്ട് ചെയ്ത് സെന്റർ ഓഫ് കർവേച്ചറിൽ, ഇത് അവിടുത്തെ ഇമേജ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻസിഡന്റ് റേ എന്ന് പറയുമ്പോൾ ഇതാ ഈ OM, അതായത് ഞാൻ ഇപ്പം റെഡും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ വയലറ്റും കൊണ്ട് വരയ്ക്കുന്ന ഈ ലൈറ്റ് റേ ആണ് ഇൻസിഡന്റ് റേ. നോക്കിയോ, ഈ ലൈറ്റ് റേ ആണ് ഇൻസിഡന്റ് റേ. നോർമൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇല്ലേ, അതിനിടയ്ക്ക് വരുന്ന ആംഗിൾ അല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇപ്പൊ ഈ വരച്ചിരിക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ളത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു 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 ബ്രൗണും കൊണ്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ, ഇതാണ് നമ്മുടെ നോർമൽ, ഇതാണ് നമ്മുടെ നോർമൽ ഇല്ലേ.
അപ്പൊ റിഫ്രാക്റ്റഡ് റേയുടെ നോർമൽ ഇടയ്ക്ക് വരുന്ന ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി ഈ നോർമലിനെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ അല്ലേ വേണ്ട ഇത്, ഇതല്ലേ. അതേപോലെ ഈ റിഫ്രാക്റ്റഡ് റേനെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ അല്ലേ വേണ്ട ഇത്. അങ്ങനെയാണെങ്കിൽ ഈ ആർ ആണെങ്കിൽ വേണ്ട ഇത് അതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആർ അല്ലേ ആണ്. അത് ഒന്ന് മാർക്ക് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. ഇനിയും എന്താണ്, നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ സാധാരണ വരയ്ക്കാറുണ്ട്. ആ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്തു, അത് n എന്ന് കൊടുത്തു, ഇവിടെ p എന്ന് കൊടുത്തു. ഇനി ആംഗിൾ മാർക്ക് ചെയ്യാം. എപ്പോഴും ആലോചിച്ചോണം, ഇൻസിഡന്റ് റേയും പ്രിൻസിപ്പൽ ആക്സിസ് മേക്ക് ചെയ്യുന്നത്, അതായത് ഒബ്ജക്റ്റീവായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും ആൽഫ ആയിട്ട് എടുക്കുക. ഇമേജുമായിട്ട് മേക്ക് ചെയ്യുന്നത് എപ്പോഴും ഗാമ ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഗാമ ആയിട്ട് എടുക്കുക. അതേപോലെ സെന്റർ ഓഫ് കർവേച്ചർ ആയിട്ട് മേക്ക് ചെയ്യുന്നത് ബീറ്റ ആയിട്ട് എടുക്കുക. ചില സ്കൂളില് ആദ്യത്തേത് കൃത്യമായിട്ട് എടുക്കും, പക്ഷെ രണ്ടാമത്തേല് സെന്റർ ഓഫ് കർവേച്ചറുമായിട്ടുള്ളതാണ് അവർ എന്ത് ചെയ്യുന്നത് ഗാമ ആയിട്ട് എടുക്കുന്നത്, മറ്റേ ഇമേജുമായിട്ടുള്ളത് ബീറ്റ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയൊന്നും എടുക്കണ്ട. നിങ്ങൾ ആദ്യം ഏത് ഓർഡറിലാണോ പഠിച്ചത് ആ ഓർഡറിൽ തന്നെ പഠിക്കുക എല്ലാം. അത് എങ്ങനെ ചെയ്താലും ഫൈനൽ ഇക്വേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ കിട്ടും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, ഇവിടെ തന്നെ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ആദ്യം എടുക്കുന്നത് നമുക്ക് ഒ എൻ എം എടുക്കാം. അതിനെ വേണമെങ്കിൽ ഒ പി എം എന്ന് ആക്കാലോ. ഒ പി എം എന്ന് വേണമെങ്കിലും ആക്കാം, ഇല്ലേ. അവിടെ ഞാൻ ടാൻ ആൽഫ എടുക്കാൻ പോവാണ്. ടാൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ എം എൻ ആണ്, അഡ്ജസന്റ് സൈഡ് എന്താ ഒ എൻ ആണ്. അതിനെ നമുക്ക് എം എൻ ഡിവൈഡഡ് ബൈ ഒ പി എന്നാക്കാം. സ്മോൾ ആംഗിൾ ആകുമ്പോൾ എന്തെന്ന് വരും, ആൽഫ ഈസ് ഈക്വൽ ടു എം എൻ ഡിവൈഡഡ് ബൈ ഒ പി എന്താ പോൾ തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം, ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ആണ്, അല്ലേ. അതൊക്കെ വേണം മാർക്ക് ചെയ്തേക്കണം കേട്ടോ. ഇത് അതിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണെന്നും ഇത് അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് ആണെന്നും താഴെ വേണം മാർക്ക് ചെയ്യാനേ, ഇതിനകത്ത് മാർക്ക് ചെയ്യല്. അതേപോലെ ഇത് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണെന്നുള്ള കാര്യം മാർക്ക് ചെയ്തേക്കണം. ഇനി അതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് എന്താ, ഞാനിപ്പം ഒ എം എൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അടുത്തത് ഞാൻ സി എം എൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇൻ ട്രയാങ്കിൾ സി എം എൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതിനെ വേണമെങ്കിൽ സി എം പി എന്ന് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. അവിടെ ഞാൻ എടുക്കാൻ പോവാണ്, ടാൻ ബീറ്റ എടുക്കാൻ പോവാണ്. ഓപ്പോസിറ്റ് എം എൻ ആണ്, അഡ്ജസന്റ് എന്ന് പറയുന്നത് സി എൻ ആണ്. അതിനെ നമുക്ക് എം എൻ ഡിവൈഡഡ് ബൈ സി പി എന്ന് എഴുതാം. സ്മോൾ ആംഗിൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ എഴുതാം, ബീറ്റ ഈസ് ഈക്വൽ ടു എം എൻ ഡിവൈഡ് ബൈ സി പി എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ. ആദ്യത്തേന് ഇക്വേഷൻ 1, രണ്ടാമത്തേന് ഇക്വേഷൻ 2. മൂന്നാമത്തെ എന്താണ്, മൂന്നാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഐ എം എൻ ആണ്. അതിന് നമുക്ക് ഐ എം പി എന്ന് എടുക്കാം. അതായത് ട്രയാങ്കിൾ ഐ എം എൻ ആണ് എടുക്കാൻ പോകുന്നത്. അതിനെ നമുക്ക് ഐ എം പി എന്ന് എടുക്കാം. അവിടെ ഞാൻ ടാൻ ഗാമയാണ് എടുക്കാൻ പോകുന്നത്. അത് ഓപ്പോസിറ്റ് എം എൻ ആണ്, അഡ്ജസന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഐ എൻ ആണ്. അതിനെ നമുക്ക് എം എൻ ഡിവൈഡഡ് ബൈ ഐ പി എന്ന് എടുക്കാം. നേരത്തെ പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. ഇനി അവിടുന്ന് സ്മോൾ ആംഗിൾ ആകുമ്പോൾ ഗാമ ഈസിക്കൽ നമുക്ക് എന്ന് എടുക്കാം, എം എൻ ഡിവൈഡ് ബൈ ഐ പിക്ക് വരെ ബി കൊടുക്കാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ ഈസിക്കൽ സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ കൺസിഡർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഏതെടുക്കാം, ആർ എടുത്താൽ ഓക്കെ. ഞാൻ ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഞാനത് കളർ ചെയ്ത് കാണിക്കാം. ഞാൻ മഞ്ഞയും കൊണ്ട് കളർ ചെയ്യാം. ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ, ഒ എം സി എടുക്കാൻ പോവാണ്. അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഞാൻ ബീറ്റ ആയിട്ട് എടുക്കാം. ഇന്റീരിയർ ആംഗിൾ എന്തായിട്ട് എടുക്കാം, ഈ ഒ എം സിയുടെ ഇന്റീരിയർ ആംഗിൾ ഏതൊക്കെയാ, ഒ എം സിയുടെ ഇന്റീരിയർ ആംഗിൾ ഈ ആൽഫയും അതേപോലെ തന്നെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും. എക്സ്റ്റീരിയർ ആംഗിൾ എന്താ, ഈ ബീറ്റ ആണ്, അല്ലേ. അപ്പൊ ഞാൻ അവിടെ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ ഒ എം സി, ട്രയാങ്കിൾ ഒ എം സിയില് ഞാൻ വേണമെങ്കിൽ അവിടെ വരച്ച് വേണമെങ്കിൽ കാണിക്കാം. ഒ എം സി എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഒ എം സി, ഇതാണ് ഇത് ഒ, ഇത് എം, ഇത് സി, ഇതിന് വെളിയിലോട്ടുള്ള ആംഗിൾ ഇത് ബീറ്റയാണ്, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആൽഫയാണ്. അങ്ങനെയാണ് നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ ബീറ്റയാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഐ പ്ലസ് ആൽഫ എന്ന് എഴുതാം. അവിടെ നിന്ന് നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബീറ്റ മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു എന്താ, ഐ. അതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന്. അതേപോലെ തന്നെ 6 വരുന്ന ഒരു ആംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യണം. 6 വരുന്ന ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ആംഗിൾ ഈ ചെറിയ ആംഗിൾ ആണ്. നോക്കൂ, ചെറിയ ആംഗിൾ ആണ്. ഇവിടെ കണ്ടോ, ഈ ആംഗിൾ ആണ്, ഈ ട്രയാംഗിൾ ആണ് എടുക്കാൻ പോകുന്നത്. ഐ എം സി ആണ് എടുക്കാൻ പോകുന്നത്. ഐ എം സിക്കകത്ത് ഗാമയാണ് ഒരു ആംഗിൾ, ആർ ആണ് ഒരു ആംഗിൾ, ഇന്റീരിയർ ആംഗിൾ. എക്സ്റ്റേണൽ ആംഗിൾ വരുന്നത് എന്താണ്, ബീറ്റ ആണ് എക്സ്റ്റേണൽ ആംഗിൾ വരിക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാ, അതായത് ഐ എം സി ആണ് എടുക്കാൻ പോകുന്നത്. അത് ഞാൻ താഴോട്ട് വേണം വരയ്ക്കാം. അതായത്
IMC ഞാൻ താഴോട്ട് വരയ്ക്കാം, നോക്കിക്കോളൂ. IMC ഞാൻ താഴോട്ട് വരയ്ക്കാം. അതായത് ട്രയാങ്കിൾ IMC എന്ന് പറയുമ്പോഴത്തേക്കും I ഇവിടെ, M ഇവിടെ, C ഇവിടെ. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം പ്രിൻസിപ്പൽ ആക്സിൽ ഇവിടെ ഇത് C, ഇത് I, ഇത് M. ഇവിടെ ഗാമയാന്ന് നമുക്കറിയാം, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണെന്നറിയാം, ഇത് ബീറ്റ ആണെന്നറിയാം. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ ഇവിടെ എന്ത് തന്നെയാണ്? ബീറ്റ ആണ്. ബീറ്റ ഈസിക്കൽ R പ്ലസ് ഗാമ എന്ന് വരും. അവിടുന്ന് R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബീറ്റ മൈനസ് ഗാമ ഈസിക്കൽ എന്ന് എഴുതാം, R എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 5 എന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താണ് സ്നെൽസ് ലോ വെച്ചിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? സ്നെൽസ് ലോ വെച്ചിട്ട് സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R ഈസിക്കൽ എന്താ? N2 ഡിവൈഡഡ് ബൈ N1 എന്ന് എഴുതാം. സ്മോൾ ആംഗിൾ വരുമ്പോൾ എന്താ? മറ്റേതുപോലെ തന്നെ I ബൈ R ഈസിക്കൽ എന്താ? N2 ബൈ N1. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? 4ഉം 5ഉം കൊണ്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 and 5 in എന്താ? 6. അങ്ങനെയാണെങ്കിൽ I എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ബീറ്റ മൈനസ് ആൽഫയാണ്. ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ R എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ബീറ്റ മൈനസ് ഗാമയാണ്. ബീറ്റ മൈനസ് ഗാമയാണ്. ഈസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? N2 ബൈ N1 എന്ന് എഴുതാം. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങോട്ടും വരുമ്പോൾ N1 ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ വിച്ച് വിൽ ബി ഈക്വൽ ടു N2 ഇൻറ്റു ബീറ്റ മൈനസ് ഗാമ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ബീറ്റയ്ക്കൊക്കെ വാല്യൂ കൊടുക്കുകയാണ്. N1 ഇൻറ്റു ബീറ്റയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ബീറ്റ നമ്മൾ എന്താ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? mn ഡിവൈഡ് ബൈ ബീറ്റ അല്ലേ? ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 6 വരും. mn ഡിവൈഡ് ബൈ 6 വരും അല്ലേ? mn ഡിവൈഡ് ബൈ 6. ഓക്കെ, കറക്റ്റ് ആണ്. mn ഡിവൈഡ് ബൈ 6. ആൽഫ എന്ന് പറയുന്നത് mn ഡിവൈഡ് ബൈ ആൽഫ അല്ലേ? ആൽഫ u വരും. u which will be equal to n2 into ബീറ്റ വീണ്ടും mn ഡിവൈഡ് ബൈ r മൈനസ് ഗാമ എന്ന് പറയുന്നത് mn ഡിവൈഡ് ബൈ v വരും. mn ഡിവൈഡ് ബൈ v വരും. അങ്ങനെയാണെങ്കിൽ വീണ്ടും mn കോമൺ എടുക്കുന്നു. n1 into mn കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? 1 by r മൈനസ് 1 by u ആണ്. ഈസിക്കൽ ടു n2 into വീണ്ടും mn കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താ? 1 by r മൈനസ് 1 by v. ഈ mn എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെയാണെങ്കിൽ n1 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 by r മൈനസ് n1 by u ഈക്വൽ ടു n2 by r മൈനസ് n2 by v എന്ന് എഴുതും. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ ഈ n2 by v നെ ഇങ്ങോട്ടും n1 by r നെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നോക്കിക്കോളൂ, മൈനസ് n2 by v ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് n2 by v ആകുന്നു. മൈനസ് n1 by u അവിടെ തന്നെ ഉണ്ട്, അത് അങ്ങനെ എഴുതുന്നു. ഇനി നമുക്ക് എന്താണ് r, അതായത് n2 by r അവിടെ കിടപ്പുണ്ട്, മൈനസ് എന്താ? n1 ഡിവൈഡ് ബൈ r എന്ന് കൊടുക്കും. ഇവിടെ എല്ലാം പോസിറ്റീവ്. സൈൻ കൺവെൻഷൻ നോക്കിയാൽ നിങ്ങൾ എല്ലാം നെഗറ്റീവ് വരും. എല്ലാം ലെഫ്റ്റ് സൈഡിലല്ലേ? എല്ലാം നെഗറ്റീവ് വരും അല്ലേ? അപ്പൊ എല്ലാം നെഗറ്റീവ്. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ നമുക്ക് നോക്കാം. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ? എല്ലാം നെഗറ്റീവ് അല്ലേ വരുന്നത്? നെഗറ്റീവ്. ഓക്കെ, n2 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് v മൈനസ് n1 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് u is equal to n2 minus n1 divided by negative r. Okay, ഇതിനെ നമുക്ക് n2 divided by negative v plus n1 divided by u is equal to n2 minus n1 divided by negative r എന്ന് എഴുതാം. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാണ്. അതായത് ഇത്ര നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നോക്കിയോ, അതായത് ഒന്നും ചെയ്തില്ല, നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുത്തേ ഉള്ളൂ, എല്ലാം ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് എന്താ വരേണ്ടത്? രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം. പക്ഷെ ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ എന്താണെന്നറിയാമോ? ഈ ആറിന്റെ നെഗറ്റീവിനെ മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം, ഈ രണ്ടുമായിട്ട്. അങ്ങനെ രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നോക്കിയോ, ഈ നെഗറ്റീവ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് n2 ഡിവൈഡ് ബൈ എന്തായിട്ട് മാറും? പോസിറ്റീവ് v ആവും. ഈ നെഗറ്റീവ് ഇവിടോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് n1 ഡിവൈഡ് ബൈ u ആവും. ഈസിക്കൽ എന്താ? n2 മൈനസ് n1 ഡിവൈഡ് ബൈ r. ഇതല്ലേ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഇക്വേഷൻ? അതായത് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം മൈനസ് ഒന്നാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഈസിക്കൽ എന്താ? രണ്ടാമത്തെ മൈനസ് ഒന്നാമത്തെ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ്.
ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അതായത് ഈ മൈനസ് മാത്രമായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ മൈനസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ, n2 ഡിവൈഡ് ബൈ നെഗറ്റീവ് വി. അപ്പൊ ആ മൈനസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് പോസിറ്റീവ് ആവും, കട്ട് ചെയ്തു പോകും. അതേപോലെ തന്നെ ഈ നെഗറ്റീവ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ n2 ബൈ യുവിന്റെ കൂടെ കൊണ്ടുവരുമ്പോൾ അവിടെ നെഗറ്റീവ് ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നടുക്കത്തെ പ്ലസ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്